ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷം 13:27 അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് ശേഷം ആദ്യമായി ഈശോ യൂദാസിന് വിശുദ്ധ കുർബാന കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനിൽ പ്രവേശിച്ചത് സാത്താനാണെന്ന് വചനം സ്ഥിരീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പാപത്തോടു കൂടി ഒരു വ്യക്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സാത്താനാണ് അവനിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് 1 കൊറിന്തോസ് 11:30 പറയുന്നു, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ചിലർ മരിച്ചു പോകാനും കാരണം അയോഗ്യതയോടുകൂടിയുള്ള വിശുദ്ധ കുർബാന സ്വീകരണമാണെന്ന്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന നമ്മുടെ ഉള്ളിലോട്ട് വരുമ്പോൾ അത് ഈശോയായി മാറേണ്ടതാണ്. എന്നാൽ പലപ്പോഴും പാപത്തോടു കൂടി നമ്മൾ ഒരുക്കമില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സാത്താനാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അങ്ങനെ സാത്താൻ പ്രവേശിച്ച് കഴിയുമ്പോൾ, സാത്താൻ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ യോഹന്നാൻ 10:10 സാത്താൻ വരുന്ന കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ്. അപ്പോൾ നമ്മുടെ ജീവിതം സാത്താൻ്റെ പിടിയിലാവുകയും അവൻ നമ്മുടെ ആത്മാവിനെ മോഷ്ടിക്കുകയും കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് നമ്മളെ തന്നെ പരിശോധിക്കാം. മാരകമായ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്പസാരിച്ചതിന് ശേഷം മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നിത്യശിക്ഷയിലേക്ക് സാത്താൻ പ്രവേശിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കുന്നു. അത് നമ്മളെ പാപത്തിലോട്ടും നരകത്തിലോട്ടും നയിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തുള്ള അനേക ആത്മാക്കളുടെ അവസ്ഥ വിശുദ്ധരെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അയോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ചതിൻ്റെ പേരിലാണെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു ബോധ്യത്തോടുകൂടി, അതായത് യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് അണയാം. അങ്ങനെ ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, ഈശോയെ കൊണ്ടു കിടക്കുന്ന വ്യക്തികളായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.